ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ 12-13 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസറോട് എഴുതി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളക്ടർ അന്വേഷിച്ച് ഇവിടെ ക്രമക്കേട് നടത്തിയ അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. റീപോളിംഗ് അടിയന്തരമായി നടത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുകയും പഞ്ചായത്ത് മെമ്പർ ആകുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് ഇവരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പഞ്ചായത്ത് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിട്ട് ഇതിനൊരു തീരുമാനമെടുക്കണമെന്നാണ് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ വീഡിയോ എന്നുള്ളതിൽ 100 കണക്കിന് ആളുകൾ കള്ളവോട്ട് ചെയ്ത് പിന്നെ ഏരിയ സെക്രട്ടറിൻ്റെ മരുമകനാണ് ഇവിടെ സ്ഥാനാർത്ഥി. അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും പിന്നെ 12-ാം വാർഡും 13-ാം വാർഡിലും നിരവധി ഓപ്പൺ ഔട്ടുകൾ ചെയ്തിട്ടുണ്ട്. പോലീസ് ഈ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുന്ന ബൂത്ത് ഏജൻറ്റുമാരെ ഇറക്കിവിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇറക്കിവിടുന്നു പറഞ്ഞതിൻ്റെ വീഡിയോ പകർപ്പും പിന്നെ CCTV ക്യാമറയുടെ പകർപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സീനത്ത് എന്ന ഒരു വനിത 2 ഓപ്പൺ ഔട്ട് ചെയ്തതിന് ശേഷം 3ാമത് ആളെ കൊണ്ടുവന്ന് മാധു എന്ന ഒരു അകമ്പാടത്തെ വനിതയെ കൊണ്ടുവന്നിട്ട് ഓപ്പൺ ഔട്ട് ചെയ്യിപ്പിക്കുന്നതിനോട് നടപടി സ്വീകരിച്ചു. അത് വിടാത്തത് കൊണ്ട് 3ാമതും CCTV ക്യാമറയിൽ പതിഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ നെന്മാറ പോലീസുകാർ പിന്നെ ഞങ്ങളെ ഇറക്കിവിടും എന്ന് പറഞ്ഞതും വളരെ വേദനാജനകമായിട്ടുള്ള സംവിധാനമാണ്. അവർക്കെതിരെ പോലീസിനെതിരെ നടപടി ഉണ്ടാകണമെന്നും അവർക്കെതിരെ സസ്പെൻഷൻ കൊടുക്കണമെന്നും അപ്പോൾ അത് ഈ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ CPM-ൻ്റെ അടുത്ത് കൊള്ളൂത്തുകാരായി നെന്മാറ പോലീസ് മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പിന്നെ പ്രൊസീഡിംഗ് ഓഫീസർക്ക് അന്നത്തെ ദിവസം പരാതി രേഖാമൂലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ജോൺ എന്ന ആളുടെ അവരുടെ വീട്ടിൽ 5 ആളുണ്ടാകുമ്പോൾ അപ്പോൾ അത്തക്കളി എന്ന ശിവദാസൻ CIT ലോഡിങ്ങാറുണ്ടെന്ന് ഓപ്പൺ ഔട്ട് നിർബന്ധമായി ചെയ്തിട്ട് പോയിരിക്കുകയും ചെയ്യുന്നു. ഈ വാർഡിലുള്ള ആളല്ല. 12-ാം വാർഡിലുള്ള ജോണിനെ കൊണ്ടുവന്ന് കള്ളും വെള്ളവും ഒഴുക്കി വാർഡുകളിൽ കള്ളും വെള്ളവും ഒഴുക്കി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കുന്ന നടപടി സ്വീകരിക്കുന്നത് തെറ്റായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റീപോളിംഗ് ആവശ്യമാണ്. അടിയന്തരമായി ജില്ലാ കളക്ടർ അതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.